أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മനുഷ്യരായ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. എണ്ണി തീർക്കാനാകാത്ത അനുഗ്രഹങ്ങളാണ് പ്രപഞ്ചനാഥൻ മാനവരാശിക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ കുടുംബവും നമ്മുടെ സമയവും ഇങ്ങനെ തുടങ്ങി ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. ഈ അനുഗ്രഹങ്ങളെല്ലാം ഒരു പക്ഷേ ഈ ലോകത്ത് നിന്ന് നശിച്ചു പോകുന്നതാണ്. എന്നാൽ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം വിശുദ്ധ ഖുർആനിന്റെ ആളുകളായി മാറാൻ നമുക്ക് സാധിച്ചു എന്നതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ വഴി എങ്ങനെയാകണമെന്നത് വളരെ കൃത്യമായി കണിശമായി വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥത്തിന്റെ അനുയായികളാകാൻ നമുക്ക് സാധിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസം എങ്ങനെയാകണം, നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയാകണം, നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ എങ്ങനെയാകണം എന്നതിന് ഓരോ കാലഘട്ടത്തിനനുസരിച്ചും പ്രത്യേകമായ വിശദീകരണത്തിന്റെ ആവശ്യമില്ല എന്നത് വലിയ അനുഗ്രഹമാണ്. ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് ഏതെങ്കിലും കാലഘട്ടത്തിനനുസരിച്ച് മാറി വരുന്ന വൈബുകൾക്കനുസരിച്ച് മാറി വരുന്ന ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ നിയമങ്ങളും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ജീവിത രീതിയും മാറണം എന്നില്ല. നമുക്ക് വളരെ കൃത്യമാണ് ഇന്ന വിഷയത്തിൽ വിശുദ്ധ ഖുർആനിന്റെ നിലപാട് എന്താണ്, ഇന്നതാണ്. ആ നിലപാടിന്റെ കൂടെ ആരാണുള്ളത്? ആരുമില്ല. എങ്കിലും അതാണ് അതിന്റെ നിലപാട്. ഇങ്ങനെ ഒരു വിഷയത്തിൽ ഖുർആനിന്റെ നിലപാട് എന്താണ്? ആ നിലപാട് ഇങ്ങനെയാണ്. അപ്പോൾ എന്റെ പിതാവിന്റെ നിലപാട് എന്താണ്? പിതാവിന്റെ നിലപാടല്ല എന്റെ ജീവിതത്തിന്റെ നിലപാട്, ഖുർആനിന്റെ നിലപാട്. അപ്പോൾ എന്റെ മക്കളുടെ നിലപാട് എന്താണ്? മക്കളുടെ നിലപാടല്ല എന്റെ ജീവിതത്തിന്റെ നിലപാട്, ഖുർആനിന്റെ നിലപാട്. അപ്പൊ വളരെ സുഖകരമായി ജീവിതത്തിന്റെ നിലപാടുകൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം. ആ നിലപാടാണെങ്കിലോ അത് ഏറ്റവും ശരിയായ, ഏറ്റവും ചൊവ്വായ ഒരവസ്ഥയിലേക്കാണ് മനുഷ്യനെ എത്തിക്കുക. മാറി വരുന്ന ട്രെൻഡുകൾക്കനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുന്നവരുണ്ടാകും. സോഷ്യൽ മീഡിയക്കനുസരിച്ച് നിലപാടുകൾ സ്വീകരിക്കുന്നവരുണ്ടാകും. ആ നിലപാടുകളുടെയൊക്കെ കാലം എന്നത് ഒരു 6 മാസമോ ഒരു കൊല്ലമോ ഒക്കെയാണ്. അത് കഴിഞ്ഞാൽ നിലപാടുകൾ മാറും. ഇന്ന് വാഴ്ത്തി പറഞ്ഞവരും പുകഴ്ത്തി പറഞ്ഞവരും വലിയ സംഭവമാണ് എന്ന് വിശദീകരിച്ചവരും ഒരു പക്ഷേ നാളെ എതിർത്തു പറയും.
ഒരു വിശ്വാസിയുടെ നിലപാട് എന്നത് ഖുർആനിന്റെ നിലപാടാണ്. അതുകൊണ്ട് അത് വളരെ സുഖകരമാണ്. ഖുർആൻ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും നാം എന്താണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ആശയം ലഭിക്കും. എന്നാൽ ഈ ഖുർആൻ ലഭിച്ച ആളുകളിൽ 3 വിഭാഗം ആളുകളെ കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. സൂറത്തുൽ ഫാത്തിറിലെ 32-ാം വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ثم أورثنا الكتاب الذين اصطفينا من عبادنا فمنهم ظالم لنفسه ومنهم مقتصد ومنهم سابق بالخيرات بإذن الله ذلك هو الفضل الكبير. ثم أورثنا الكتاب الذين اصطفينا من عبادنا. പിന്നെ എൻ്റെ ദാസന്മാരിൽ നിന്ന് ചിലരെ ഞാൻ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ വേദഗ്രന്ഥത്തിന്റെ അനന്തരാവകാശം നാം അവർക്ക് നൽകി. അപ്പോൾ ഫാത്തിറിലെ 32-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് സുമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ. അപ്പോൾ ആ ആയത്തിന്റെ തൊട്ടു മുൻ പ്രവാചകന്മാരെ കുറിച്ചും മുൻ വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടുമാണ് ഖുർആൻ പറയുന്നത്. മുൻ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മുൻ പ്രവാചകന്മാരിലേക്കുള്ള സൂചനയും നൽകിയിട്ടുണ്ട്. പിന്നെയാണ് ഇങ്ങനെ തുടങ്ങുന്നത് സുമ്മ. അപ്പോൾ ആ വേദഗ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു, ആ പ്രവാചകന്മാരെ കുറിച്ചും പറഞ്ഞു. സുമ്മ പിന്നെ. ഔറസിനൽ കിതാബ, ഖുർആനിനെ നാം അനന്തരമായി അവകാശമായി ഏൽപ്പിച്ചു കൊടുത്തു. ആർക്ക്? ഇസ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളിൽ നിന്ന് സെലക്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. അവരെ നാം നമ്മുടെ ദാസന്മാരിൽ നിന്ന് നാം അവരെ തെരഞ്ഞെടുത്തു. നമ്മുടെ ദാസന്മാരിൽ നിന്ന് തെരഞ്ഞെടുത്തവർക്ക് വിശുദ്ധ ഖുർആനിന്റെ അനന്തരാവകാശം നാം നൽകി. അപ്പോൾ അതാണ് ഖുർആനിന്റെ ഒരു പ്രയോഗം. ഒരു പിതാവിൽ നിന്ന് അനന്തരമായി എന്തെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ ആ അനന്തരമായി ലഭിച്ചത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, ഭംഗിയായി കൈകാര്യം ചെയ്യണം. ഇത് ഞാൻ അധ്വാനിച്ചതല്ല, ബാപ്പ തന്നതാണ്, അതുകൊണ്ട് ഇത് നശിപ്പിച്ചു കളയാൻ പാടില്ല എന്ന കാഴ്ചപ്പാടൊക്കെ ആളുകൾക്ക് ഉണ്ടാവും. ബാപ്പ തന്നതാണ്, അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ സംരക്ഷിക്കണം. ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പിന്നെ അനന്തരമായി നൽകി. അപ്പോൾ നമുക്ക് ഖുർആൻ ലഭിച്ചു. അപ്പോൾ ആ ഖുർആൻ പഠിക്കണം, ആ ഖുർആൻ മനസ്സിലാക്കണം, അത് ജീവിതത്തിൽ നടപ്പിലാക്കണം. ആ ഖുർആനിൽ എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വേണം. ലോകത്ത് കോടിക്കണക്കിന് വിഷയങ്ങൾ മാറി മറിഞ്ഞു വന്നാലും അതിനുള്ള ഉത്തരം ഒരു വിശ്വാസിക്ക് ഖുർആനിലുണ്ട്. പല അഭിപ്രായങ്ങൾ ഇങ്ങനെ വരും. വളരെ സുഖാണ്, വീട്ടിലുള്ള വേദഗ്രന്ഥം മറിച്ചു നോക്കിയാൽ മതി, അതിലുണ്ടാവും ഇന്ന സ്ഥലത്ത്. ഈ കാലത്ത് മറിച്ചു നോക്കണ്ട. ഒരു വിഷയത്തെ കുറിച്ച് കുറച്ച് വിജ്ഞാനമുള്ള ആളുകൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ എന്താണ് പണ്ഡിതാഭിപ്രായങ്ങൾ, ഈ വിഷയത്തിൽ ഖുർആനിന്റെ അഭിപ്രായം എന്താ, വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഈ ഖുർആൻ നൽകിയ ആളുകളിൽ, അനന്തരമായി ഈ ഖുർആൻ നൽകിയ ആളുകളിൽ 3 വിഭാഗം ആളുകളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഫമിൻഹും വാലിമുൻ ലിനഫ്സിഹി, ഒന്നാമത്തെ വിഭാഗം സ്വന്തത്തോട് അക്രമം ചെയ്യുന്നവരാണ്. ആ പ്രയോഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ പ്രയോഗം? ഫമിൻഹും വാലിമുൻ ലിനഫ്സിഹി, ആ ഖുർആൻ ലഭിച്ചവരിൽ സ്വന്തത്തോട് അക്രമം ചെയ്യുന്നവരുണ്ട്, മതത്തോട് അക്രമം ചെയ്യുന്നവരുണ്ട് എന്നുള്ളതല്ല. ഉസ്താദുമാർക്ക് പണി കൊടുക്കുന്നവരുണ്ട് എന്നതല്ല. അള്ളാഹുവിന്റെ അർശിനെ വിറപ്പിക്കുന്നവരുണ്ട് എന്നതല്ല. പിന്നെയോ ആ ഖുർആനിന്റെ ആളുകളിൽ സ്വന്തത്തോട് അക്രമം ചെയ്യുന്നവരുണ്ട്. തെറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളൊരു വേണ്ടാത്ത കാര്യങ്ങൾ, ഒരു നിഷിദ്ധം, ഒരു ഹറാമ്, ഒരു ശരിയല്ലാത്ത ഒരു കാര്യം ചെയ്താൽ അള്ളാഹുവിന്റെ ദീനിനോ ഈ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി നടക്കുന്ന ആളുകൾക്കോ ഈ ദീനിനെ ഇഷ്ടപ്പെടുന്നവർക്കോ അള്ളാഹുവിന്റെ അർശിനോ അള്ളാഹുവിന്റെ പ്രതാപത്തിനോ ഒന്നും സംഭവിക്കൂല.
അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്, ളാലിമുൽ ലിനഫ്സിഹി, സ്വന്തത്തോട് അക്രമം ചെയ്യുന്നവരും. ഞാൻ നിസ്കരിക്കൂല, വാപ്പ എന്താ കാട്ടാന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാപ്പ എന്ത് കാട്ടിയാലും കാട്ടിയിട്ടില്ലല്ലോ, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഓന് പോയി. ഒരാൾ ബഹുദൈവ വിശ്വാസത്തിലേക്ക് പോയി ശിർക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കോംപ്രമൈസ് ചെയ്തു. എന്നിട്ടെന്താ? ളാലിമുൽ ലിനഫ്സിഹി, അവൻ സ്വന്തത്തോട് അക്രമം ചെയ്തു. ഒരാൾ ബിദ്അത്തായ ഒരു കാര്യം ചെയ്തു. എന്നിട്ടെന്താ? ളാലിമുൽ ലിനഫ്സിഹി, അവൻ സ്വന്തത്തോട് അക്രമം ചെയ്തു. ഒരാൾ മദ്യപിച്ച് അങ്ങാടിയിൽ വന്ന് എല്ലാവരെയും വെല്ലുവിളിച്ചു. നിങ്ങൾ എന്താ വെച്ചാ കാട്ടിക്കോളി. ഇവിടെ കുറെ പ്രസംഗം പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവിടെ കുറെ പള്ളി കമ്മിറ്റിന്റെ ആൾക്കാരുണ്ടല്ലോ, ഇവിടെ കുറെ മഹല്ല കമ്മിറ്റിന്റെ ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾ കണ്ടത് കൂട്ടിക്കോളി, ഒന്നും സംഭവിക്കൂല. ളാലിമുൽ ലിനഫ്സിഹി, അവൻ അവനോടാണ് അക്രമം ചെയ്യുന്നത്. അങ്ങനെയാണ് ഖുർആൻ പ്രയോഗിച്ചത്. ളാലിമുൽ ലിനഫ്സിഹി. ഖുർആൻ ലഭിച്ച ആളുകളിൽ ഒന്നാമത്തേത്, അവർ തെറ്റ് ചെയ്താൽ അവർ അവരോട് തന്നെയാണ് തെറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ വളരെ കൃത്യമായി പുതിയ തലമുറക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒന്നാണ്. ഇസ്ലാമിക കൾച്ചർ, ഇസ്ലാമിക സംസ്കാരം, ഇസ്ലാമിക് എത്തിക്സ് ഒഴിവാക്കി വിചാരിക്കുക കുറച്ച് ആളുകൾ. എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കൂല. ളാലിമുൽ ലിനഫ്സിഹി, സ്വന്തത്തോട് അക്രമം ചെയ്തു. എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ എത്തിക്സുകൾ ഉണ്ടാകും. അത് നിലപാടുകളായി കൊണ്ടു നടക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ മനുഷ്യനാകുന്നത്. യഥാർത്ഥത്തിൽ ഒരാൾ ക്ലിയർ ആകുന്നത് തങ്ങളുടെ നിലപാടുകളായി കൊണ്ടു നടക്കുമ്പോഴാണ്. അപ്പോഴാണ് അതിനൊരു പവർ ഉള്ളത്. ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായം ഇതാണ്, ഈ വിഷയത്തിൽ എന്റെ മതത്തിന്റെ അഭിപ്രായം ഇന്നതാണ്. അതാണ് എത്തിക്സ് എന്ന് പറഞ്ഞാൽ. അതൊരു വിശ്വാസിക്ക് നിർബന്ധമായും ഉണ്ടാകേണ്ട ഒന്നാണ്. ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും, നിങ്ങൾ നന്മ ചെയ്താൽ ആ നന്മ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഖുർആൻ അങ്ങനെ പറഞ്ഞു. നമ്മളൊരാളെ സഹായിച്ചു, എന്താ? നമുക്കതിന് കൂലിട്ടു. നമ്മൾ 5 വക്ത് നമസ്കരിച്ചു, നമുക്കതിന് കൂലിട്ടു. നമ്മൾ റമദാൻ മാസത്തിൽ വ്രതമനുഷ്ഠിച്ചു, നമുക്ക് കൂലിട്ടു. നമ്മൾ ഹജ്ജ് ചെയ്തു, നമുക്ക് നന്ന്. അതാണ് ഇൻ അഹ്സൻതും അഹ്സൻതും ലിഅൻഫുസികും, നിങ്ങൾ നന്മ ചെയ്താൽ അതിന്റെ നന്മ നിങ്ങൾക്കാണ്. വഇൻ അസഅതും ഫലഹാ, ഇനി നിങ്ങൾ തിന്മ ചെയ്തോ ആ തിന്മക്കുള്ളതും നിങ്ങൾക്ക് തന്നെയാണ്. അത്രേ ഉള്ളൂ, വേറെ ആർക്കും ഒന്നും സംഭവിക്കൂല, ഒന്നും സംഭവിക്കൂല. മൻ അമില സ്വാലിഹൻ ഫലിനഫ്സിഹി, ആരെങ്കിലും സൽക്കർമ്മം ചെയ്താൽ അവനുള്ളതാണ്. വമൻ അസാഅ ഫഅലൈഹാ, ആരെങ്കിലും തിന്മ ചെയ്താൽ അതും അവനുള്ളതാണ്. സുമ്മ ഇലാ റബ്ബികും തുർജഊൻ. അല്ലാഹു ഒരു കാര്യം പറഞ്ഞു, മടക്കം എന്റെ അടുത്തേക്കാണ് കേട്ടോ. അവസാനം എവിടെയാണ്? ഇവിടെ. അവിടെ കൃത്യമായ പഴുതടച്ച വിചാരണയുണ്ടാകും. അപ്പോ വിശുദ്ധ ഖുർആനിന്റെ ആളുകളിൽ ഒന്നാമത്തെ വിഭാഗം ആളുകളെ പറയുന്നത് ഖുർആൻ കിട്ടി, ഖുർആനിന് നിയമങ്ങൾ അറിഞ്ഞു, പക്ഷെ സ്വന്തത്തോട് അക്രമം ചെയ്ത് ജീവിക്കുന്നവരാണ് എന്നതാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത ആരോഗ്യം, സമ്പത്ത്, സ്വാധീനം, ശാരീരികമായി നല്ല അവസ്ഥ. ഈ കാലത്ത് ഒരാൾക്ക് തിന്മയും ചെയ്യാം നന്മയും ചെയ്യാം, രണ്ടിനും ഈ കാലേ പറ്റുള്ളൂ. നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും ഈ ടൈമേ ഉള്ളൂ. അപ്പൊ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഒരു ഏകദേശം ഒരു 10-25 വയസ്സൊക്കെ ആകണം ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോ. പിന്നെ ഒരു 10-40 വയസ്സ് വരെ ഉള്ളൂ ഒരു നല്ല ആരോഗ്യകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ആരോഗ്യകരമായ അവസ്ഥ അല്ല എന്നുള്ളതല്ല, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. ഒരു 45 ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയത് ഓടിയത് പോലെ നമുക്ക് ഓടാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഫുട്ബോൾ കളിക്കാൻ കഴിയുന്നുണ്ടോ? കഴിയണില്ല. നമുക്ക് ശാരീരികമായ കുറെ അവശതകളുണ്ട്. അത് കുറച്ചു കാലമായി ശീലായത് കൊണ്ട് നമുക്കൊരു പ്രശ്നമല്ലാതായി തോന്നുന്നു. ആ അവശതകൾ ശരീരത്തിന്റെ പുഷ്ടി നഷ്ടപ്പെടുന്നു എന്നതിന്റെ തെളിവാണ്. എന്റെ അർത്ഥം എന്താ? ഒരു 10-20 കൊല്ലൊക്കെ ഉള്ളൂ ശരിക്കും ഇവിടെ ഇങ്ങനെ ഒന്ന് ഉഷാറായി പോകാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഈ കാലം നന്മ ചെയ്യാനും പറ്റും തിന്മ ചെയ്യാനും പറ്റും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് യുവത്വത്തെ കുറിച്ച് ചോദിക്കുന്നു പറഞ്ഞു. പരലോകത്ത് യുവത്വത്തെ കുറിച്ച് ചോദിക്കും.
അർശിന്റെ തണൽ ലഭിക്കുന്ന ആളുകൾ ശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി. അതിലൊന്ന് യുവാവിനാണ്. എന്താ? ചെറുപ്പം എന്ന് പറഞ്ഞാൽ തിന്മയും ചെയ്യാ നന്മയും ചെയ്യാ, അതിനുള്ള ടൈമാണ്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഭയങ്കര സമ്മർദ്ദത്തിലാണ് സത്യത്തിൽ നമ്മുടെയൊക്കെ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞത്. ചിലതൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മോശക്കാരനായി തീരും. ചിലതൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചില പട്ടങ്ങൾ ആളുകൾ അണിയിപ്പിച്ചു തരും. ഓനൊരു തീവ്രവാദിയാണ്, അല്ലെങ്കിൽ ഓനൊരു തരം വർഗീയത എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു തരം പെടാപ്പാടിലാണ് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ. എല്ലാവരും നമ്മളെ കുറിച്ച് ഉഷാറാന്ന് പറയണം എന്നുള്ളോർത്ത് നമ്മളുള്ളത്. നമ്മളെ കാണുമ്പോൾ ഉഷാറാന്ന് പറയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇസ്ലാമിനെതിരെയുള്ള ഒരു കാര്യം ഭയങ്കര സംഭവമായിട്ട് കൊണ്ടു നടന്നാൽ ഒരു ഭയങ്കര ഉഷാറാന്ന് പറയും. അത് സ്നേഹം കൊണ്ട് പറയുന്നതല്ല, അത് ദീനിനെ പൂർണ്ണമായി മടമ്പുകാലോണ്ട് തട്ടിയതുകൊണ്ട് പറയുന്നതാണ്, അല്ലാതെ ഉഷാറായതുകൊണ്ട് പറയുന്നതല്ല. ഒന്നിനും പറ്റാത്ത പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളാണ് ഈ പറയുന്നത്. ഒരു നന്മ പറയാം നമ്മളെ കുറിച്ച് ഇല്ലല്ലോ. തട്ടാണടാ ഒരു ഇസ്ലാം ദീനിനെ തട്ടിക്കളിച്ചാണ്. അപ്പൊ പറയുമ്പോൾ ഉഷാറാണ്. എന്നാൽ ദീനിന്റെ എത്തിക്സുകൾ കൊണ്ട് നടക്കുമ്പോഴോ ഒന്നിനും പറ്റൂല. ഇതിനൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നിന്നാല് നമുക്ക് ദീൻ എന്നത് കൃത്യമായി കൊണ്ടുനടക്കാൻ കഴിയില്ല. അപ്പൊ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ? ആത്മീയമായി സുഖം അനുഭവിക്കുക എന്നതിന്റെ അർത്ഥം. നമ്മളൊരു വിഷയത്തിൽ ഖുർആനിന്റെ ഹദീസിന്റെ നിലപാട് വെച്ച് ഇസ്ലാമിന്റെ അതിരും പരിധിയും സൂക്ഷിച്ച് നമുക്ക് ചെയ്യാം. അതിരും പരിധിയും അതെറ്റുള്ളത് ചെയ്യാം. അതൊക്കെ സൂക്ഷിച്ച് കൃത്യമായി പോയി കഴിഞ്ഞാൽ സ്വയം ഒരു സന്തോഷം ഉണ്ടാവും മനസ്സിന്റെ ഉള്ളിൽ. അല്ലാത്ത സന്തോഷമൊക്കെ നാട്ടുകാർക്ക് കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും, നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ സമ്പത്ത്, നമ്മുടെ സ്വാധീനം, നമ്മുടെ അധികാരം, നമ്മുടെ ശരീരത്തിന്റെ പുഷ്ടി, ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഖുർആനിന്റെ ആളുകളായി ജീവിക്കുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, യൂസുഫ് നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു രാജ്യത്തിന്റെ മന്ത്രിയായിരുന്നു, ഭക്ഷ്യവകുപ്പ് മന്ത്രി. ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചപ്പോ യൂസുഫ് നബി പറയുന്ന സംസാരം ഖുർആനിലും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർദ്. റബ്ബി, എൻ്റെ റബ്ബേ, ഖദ് ആതൈതനി മിനൽ മുൽക്കി, നീ എനിക്ക് രാജാധിപത്യത്തിൽ നിന്ന് നൽകി, അപ്പൊ അധികാരം എനിക്ക് കിട്ടി. വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് നൽകി, മുഅ്ജിസത്ത് നൽകി. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ സൃഷ്ടാവായ റബ്ബേ, അൻത വലിയ ഫി ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും എന്റെ രക്ഷാധികാരി നീയാണ് റബ്ബേ. അതൊക്കെ കിട്ടിയല്ലോ. പടച്ചോനെ ഇതുകൊണ്ടൊന്നും ഞാൻ സംതൃപ്തനല്ല. എന്താ ചോദിക്കണേ? തവഫനി മുസ്ലിമൻ, എന്നെ നീ മുസ്ലിമാക്കിക്കൊണ്ട് മരിപ്പിക്കണം റബ്ബേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും വേണം റബ്ബേ. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ നൈമിഷികമാണ്. ഒരു പത്രത്തില് ഒരു മരിച്ച ഒരാളുടെ ഫോട്ടോ കണ്ടതിന്റെ വയസ്സ് നമ്മളിങ്ങനെ പോകുമ്പോ ഒരു ഫ്ലെക്സ് ഉണ്ട്, ഇന്നയാള് 75 വയസ്സ്, ഇന്നയാള് 70 വയസ്സ്. നമ്മൾ ആലോചിക്കേണ്ടത് കൂടിയാൽ ഇത്ര, കൂടിയാൽ കുറഞ്ഞതായതൊക്കെയാണ്. അതായത് എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-നും 70-നും ഇടയിലാണ്. ആ ഫ്ലെക്സും ഒരാൾ 72 വയസ്സ്. നമ്മൾ വിചാരിക്കുന്നത് എന്താ അറിയോ? നമ്മൾ അറിയാതെ നമ്മളാണ് ചിന്തിക്കൂല എന്റെ മേലക്ക്. നമ്മളിപ്പോ എത്ര വയസ്സായി? 50 വയസ്സ്. 10 കൊല്ലം കഴിഞ്ഞാലോ 60 വയസ്സ്. 10 കൊല്ലം കൂടി കഴിഞ്ഞാലോ 70 വയസ്സ്. പിന്നെ ഇപ്പൊ എന്തിനാ അതിനെ കുറിച്ച് ചിന്തിക്കണെന്ന? കാരണം എന്താ? ഇഷ്ടമല്ല ചിന്തിക്കാം. കാരണം എന്താ? പിന്നെ പോകാനുള്ള ടൈമായി ആണ്, ചിന്തിക്കൂല. അപ്പൊ നമ്മൾ നിലവിലുള്ള നമ്മുടെ ഒരു ശരീരത്തിന്റെ അവസ്ഥ വെച്ചിട്ടാണ് അതിനെ കാണുക. അപ്പൊ എത്ര വയസ്സായി? അപ്പൊ അത്ര ആവുമ്പോഴോ ഇനി ഓരോ ദിവസവും വയ്യായിയാണ് വരിക. ഇനി നമ്മളൊരു കൊല്ലം, ഇക്കൊല്ലത്തെ പോലെ അടുത്ത കൊല്ലം ഒരു 40 കഴിഞ്ഞാൽ ശാരീരികമായി സംഭവിക്കുന്ന മാറ്റങ്ങളെ കുറിച്ച് വായിക്കുമ്പോൾ അത്ഭുതമാണ്. 40 കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്ലഡ് പാസിംഗ്, ബാക്കിയുള്ള സംഗതികൾ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ വേദന വരുന്ന ഡാമേജ് ആയി ഇങ്ങനെ തുടങ്ങും. ചുലിഞ്ഞ് ഇവിടെയൊക്കെ ഇങ്ങനെ ആകെ ചുളിഞ്ഞ് അങ്ങനെ വരും. നമ്മൾ ആലോചിക്കുന്നത് കൂടിയാൽ ഇത്ര. അപ്പൊ അതിനിടയില്
പല അഭിപ്രായങ്ങളും പലതിലും പറയാൻ ആളുകൾ ഉണ്ടാവും. പക്ഷെ എനിക്ക് ഇസ്ലാമിന്റെ ഒരു നിയമമുണ്ട്, അതിന്റെ അതിരും പരിധിയുമുണ്ട് എന്നത് നമ്മൾ പുരുഷന്മാർ മാത്രം മനസ്സിലാക്കിയാൽ പോരാ. ഈ ഖുതുബകൾക്ക് എത്ര ആണുങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മുടെ ഭാര്യമാര് മനസ്സിലാക്കിയാൽ പോരാ, നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കണം. ഓരോട് നമ്മൾ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഓലാരിപ്പോ പള്ളികൾ കൊണ്ടുവരില്ല, അവർക്ക് എവിടുന്നും ഇസ്ലാമിന്റെ സന്ദേശം കിട്ടണില്ല. കിട്ടാൻ കുറെ സ്ഥലമൊക്കെ ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഇസ്ലാമിന്റെ സന്ദേശം കിട്ടും, അല്ലാത്തതും കിട്ടും. ഫേസ്ബുക്കിൽ ഇസ്ലാമും കിട്ടും, അല്ലാത്തതും കിട്ടും. ഒരാഴ്ച ആലോചിച്ചു, ഓരോ ആഴ്ചയും ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് ഒരു മുസ്ലിമായ ഒരു പുരുഷൻ, ഇങ്ങനെയുള്ള പള്ളികളിൽ നിന്ന് കുറച്ച് സ്ത്രീകളും ഇസ്ലാമിന്റെ സന്ദേശം കേൾക്കുന്നുണ്ട്. എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം പെൺകുട്ടികൾ, നമ്മുടെ ഭാര്യമാരോടൊക്കെ ഒരു പ്രത്യേക പ്രായമായവരാണ് എന്ന് മാത്രമല്ല, ഒരു നമ്മളെ കൂടെ ജീവിക്കണമല്ലോ. ഒരു 20 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ ഒരു ഇസ്ലാമികമായ ഒരു ഉപദേശം കേട്ടിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താ? അവർക്ക് ഇസ്ലാമിക് എത്തിക്സുകൾ, ഇസ്ലാമിന്റെ അതിരും പരിധിയും എവിടെ ഒരു സംഗതി ആയിക്കൂടാ ഓൽക്കറിയില്ല. പിന്നെ അവരെ പ്രോത്സാഹിപ്പിക്കാൻ സോഷ്യൽ മീഡിയ സജീവമാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഒരു സംഭവം. അല്ല, ഇത് മേപ്പെട്ട് കിട്ടുന്ന ആയത്ത് കിട്ടുകയാണ്. 3 വർഷം കൊണ്ട് നിങ്ങൾ എഴുതി വെച്ചു, 3 വർഷം കൊണ്ട് അപകടകരമായ ചില റിസൾട്ടുകൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വരും. ചില വീട്ടുകൊക്കെ മദ്യം പറയാൻ ഇങ്ങനെ വിളിക്കും, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ പോണ്ടി വരും. ഒന്നിനും കൊല്ലാത്ത പള്ളി കമ്മിറ്റിക്കാരായിരിക്കും അപ്പൊ ആവശ്യം ഉണ്ടാകുക. അപകടകരമായ റിസൾട്ടുകൾ. കല്യാണം വേണ്ടാന്ന് കുട്ടികൾ പറയും, വാപ്പ കുറെ നിർബന്ധിക്കും. അപ്പൊ വാപ്പ വിചാരിക്കും 22-ാം വയസ്സ് സമ്മതിക്കൂല. അങ്ങനെ ഓൽക്ക് വേണ്ടാന്നുള്ളതാണ് ഓരോ പുതിയ ആശയം. ഇസ്ലാമികമായ ഒരു വേഷം ധരിക്കുക, അതൊരു അഭിമാനമല്ല സത്യത്തില്. ഓരോരുത്തർക്കും ഓരോ വേഷമുണ്ട്. ഇവിടുത്തെ ക്രിസ്ത്യൻസിന് ഓൽക്കൊരു വേഷമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച അതൊരു നല്ല സംഭവമാണ്. അവര് ഞായറാഴ്ച ആവുമ്പോ അവരുടെ ഭാര്യയും ഭർത്താവും പെൺകുട്ടികളും ആൺകുട്ടികളും മാഷന്മാരും ടീച്ചർമാരും ഡോക്ടർമാരും എല്ലാരും എവിടെ പോയ കാണാം? എല്ലാരും എവിടെ പോയ കാണാം? പള്ളി പോയ കാണാം. എന്താ? ഒരു കുടുംബ സമയത്ത് എന്ത് തിരക്കുണ്ടെങ്കിൽ അവിടെ പോകും. അതുകൊണ്ട് കുടുംബത്തിൽ വാപ്പാക്കും ഉമ്മാക്കും മാത്രമല്ല, എല്ലാവർക്കും ഒരു ആവറേജ് കൾച്ചറെങ്കിലും ഉണ്ടാവും. ഇത് ബാപ്പ വളരെ ഉഷാറാണ്, ഞാൻ നമ്മളെ കുറ്റപ്പെടുത്തല്ല, അതിലേറെ ഉഷാറാണ്. കുട്ടികളെ പിടിച്ചു കൊടുത്ത് കിട്ടണില്ല. എന്റെ കാരണം എന്താ? ഇസ്ലാമികമായ ഒരു ഉപദേശം കേൾക്കണില്ല. ഇസ്ലാമികമായ ഉപദേശം എന്ന് പറഞ്ഞാൽ എത്തിക്സ് ആണ്, കേൾക്കണില്ല. അവിടെ ഉണ്ടാകുക നമ്മളതിന് സാഹചര്യം ഒരുക്കിയിട്ടില്ലെങ്കിൽ ആർക്കാ നഷ്ടം? മക്കൾക്ക്. പിന്നെ ആർക്കാ നഷ്ടം? മാതാപിതാക്കൾ. എവിടുന്ന്? ആഖിറം, പിന്നെ ദുനിയാവ്. ഇവിടുന്ന് ഇങ്ങനെ അനുഭവിച്ച് വല്ലതും ഉണ്ടാവും, പൈസയും സംഗതിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ഉരുകിയും അനുഭവിച്ചും ഇങ്ങനെ ജീവിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. ഏറ്റവും പ്രധാനം അതാണ്. മുസ്ലിമായി ജീവിക്കുക, പരലോകത്ത് വിജയിക്കുക എന്നതാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു എത്ര അനുഗ്രഹങ്ങൾ നൽകി, പ്രവാചകത്വം നൽകി. ഒരാൾക്കും ലോകത്തൊരു മനുഷ്യനും സുലൈമാൻ നബിക്ക് ലഭിച്ച പോലെ രാജാധിപത്യം ലഭിച്ചിട്ടില്ല, ഇനി ലഭിക്കുകയുമില്ല. കാരണം അത് സുലൈമാൻ നബിയുടെ പ്രാർത്ഥനയാണ്. അങ്ങനത്തെ രാജാധിപത്യം എനിക്ക് തരണം എന്നാ പ്രാർത്ഥിച്ച്. ഒരാൾക്കും കൊടുക്കരുത്, കിട്ടൂല. അത്ര വലിയ രാജാധിപത്യമാണ് നൽകിയത്, അധികാരം. കാറ്റിനെ നിയന്ത്രിക്കാനുള്ള മഅ്ജിസത്ത് നൽകി, ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു, മനുഷ്യരെയും ജിന്നുകളെയും പക്ഷികളും ഉൾപ്പെട്ട സൈന്യം നൽകി. പക്ഷികളുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിഞ്ഞു, അള്ളാഹുവിന്റെ മുഅ്ജിസത്താണ്. ഉറുമ്പിന്റെ സംസാരം മനസ്സിലാക്കാൻ കഴിഞ്ഞു. അസാധാരണമായ സമ്പത്തും വിഭവങ്ങളും അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. എന്നിട്ടോ പിടുത്തം വിട്ടില്ല. അദ്ദേഹം അവസാനം പ്രാർത്ഥിക്കണം, റബ്ബി, എന്റെ റബ്ബേ, ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അല്ലാഹുവേ, നീ എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനുള്ള ഒരു മനസ്സ് നീ എനിക്ക് നൽകണം റബ്ബേ. വഅൻ അഅമല സ്വാലിഹൻ തർളാഹു, നിനക്ക് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുമുള്ള മനസ്സ്. വഅദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദിക സ്വാലിഹീൻ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ നീ സ്വർഗ്ഗത്തിൽ ഉൾപ്പെടുത്തണം റബ്ബേ എന്നതാണ്. അപ്പോ അല്ലാഹുവിന് ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യുക എന്നത് ഈ ദുനിയാവിൽ വളരെ നിർബന്ധമാണ്. അപ്പൊ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് മനുഷ്യർക്ക് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളെ. കുറച്ച്
കുറച്ചെതിരുകൾ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ ഏകദൈവ വിശ്വാസം എന്നത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അതുകൊണ്ടാണ് ചില സംഗതികളൊക്കെ വരുമ്പോ നമ്മൾ ഇങ്ങനെ ബേജാറാകുന്നത്. മുസ്ലിമിന്റെ പ്രത്യേകത എന്താ? ഏകദൈവ വിശ്വാസമാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകളില്ല. അപ്പൊ ഇങ്ങനെയുള്ളതിന് എതിരാകുന്ന ചില സംഗതികൾ വരുമ്പോ എല്ലാ കാലത്തും ചില ബേജാറുകൾ നമുക്ക് ഉണ്ടാവും. അതാണ് മുസ്ലിം ഉണ്ടാവും. അപ്പൊ ചിലതിനൊക്കെ എന്തുണ്ടാവും? ഒരു അതിരും പരിധിയും ഉണ്ടാകും. അതെറ്റാകാം. അതിനപ്പുറത്തുള്ള ചില സംഗതികളിലേക്ക് നമ്മൾ പോകുമ്പോ പിന്നെ നമ്മൾ ഒരു മൊത്തം കൂടിക്കലങ്ങിയമായി പോയി. അത് ഏതൊരു സംഗതിയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഖുർആൻ നൽകിയ ആളുകളിൽ ഒന്നാമത്തെ വിഭാഗം ആളുകൾ ളാലിമുൻ ലിനഫ്സിഹി, രണ്ടാമത്തേത് വമിൻഹും മുഖ്തസിദുൻ, അതിൽ മധ്യമ നിലപാട് സ്വീകരിക്കുന്നവരും. അതായത് വഹുവൽ മുഅദ്ദി ലിൽ വാജിബാത്ത്, നിർബന്ധ കാര്യങ്ങളൊക്കെ ചെയ്യും. അത്താരിഖു ലിൽ മുഹറമ, നിഷിദ്ധമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കും. വഖദ് യത്റുകു ബഅദുൽ മുസ്തഹബ്ബാത്ത്, ചില സുന്നത്തുകളൊക്കെ ഒഴിവാക്കിയാലും അങ്ങനെ പോകുന്ന ആളുകളുണ്ട്. ആണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. ഹറാമൊന്നും ചെയ്യൂല, ഫർള് ചെയ്യും, ചില സുന്നത്തുകളൊക്കെ ഒഴിവാക്കും, അതും കുഴപ്പമില്ല. ഖുർആൻ പറയാം അങ്ങനെയുണ്ട് ചില ആളുകൾ. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, മൂന്നാമത്തെ വിഭാഗം ആളുകൾ നന്മയിൽ മുൻകടക്കുന്നവരാണ്. ഇതിനില്ല അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി. ഈ വിഭാഗങ്ങളിലാണ് മുസ്ലിങ്ങൾ എന്ന നിലക്ക്, ഖുർആനിന്റെ ആളുകൾ എന്ന നിലക്ക് നാം ഉൾപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.